ഒരു സമയത്ത് രണ്ടും മൂന്നും ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ടൈമും അറ്റൻഷനുമാണ് എല്ലാ പ്രണയത്തിന്റെയും കീഴിലുള്ളത്. തുടങ്ങിയിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. പക്ഷേ അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആൾക്ക് മൈത്രേയനെ എങ്ങനെയാണ് പിന്നെ ഇത്രയും കോടികൾ സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തന എന്ന് പറയാൻ പറ്റും? അതെങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. അങ്ങനെയെങ്കിൽ അംബാനി കോന്തന അപ്പൊ 13 വർഷം ജയശ്രീ മാത്രം പാർട്ണർ ആയിരുന്നിട്ടുള്ള മൈത്രേയൻ കോന്തനാണോ? അതല്ല ഉദ്ദേശം. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അംബാനി കോന്തന അതിന് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം 5000 കോടി 50,000 കോടിയൊന്നും ലോകത്താർക്കും കോടികൾ ഉണ്ടായിട്ട് ഒരു ഭാര്യ മാത്രമാണുള്ളെങ്കിൽ അംബാനി കോന്തനാണെന്നുള്ളത് എനിക്ക് സംശയരഹിതമായ അറിവ്. മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ചോദിക്കുന്ന ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. 13 വർഷം ജയശ്രീ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗിക ബന്ധം മൈത്രേയൻ കോന്തനാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ അത് ഇയാള് പറയുന്ന തരത്തില് എടുക്കാൻ ഞാൻ എടുക്കും. പക്ഷെ ഞാൻ 5000 കോടി ഉണ്ടാക്കത്തില്ല. അതല്ലല്ലോ ഇങ്ങോട്ടെന്നും പണയണ്ട. പണം മറ്റു ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ വരാനോ മറ്റു സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ പണം സമ്പാദിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അംബാനിയുടെ അച്ഛന് എന്താണ് സ്ട്രോക്ക് വരെ വന്നിട്ടുണ്ട്. എന്തിന്? ഈ പണം ഉണ്ടാക്കാൻ. പണം ഇത്ര കോടികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടെന്നാണ് കാഴ്ചപ്പാട്. ഇത്രയും അറിയണം വേറെ ഒന്നിനും അല്ല. വേറെ ഒന്നിനും അല്ല. 13 വർഷം മൈത്രേയന് സമ്പാദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. മൈത്രേയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ 13 വർഷത്തിലേക്ക് ഉണ്ടായിരുന്ന എനിക്ക് 15 വർഷമാണെന്ന് പറഞ്ഞാൽ ഇയാളെ തിരുത്തുവോ? നീ എന്തിനാ ഇത്ര ഷോ കാണിക്കുന്നേ? പറഞ്ഞ രണ്ട് തട്ടിലാണെന്നുണ്ടെങ്കിലും വരുന്നൊക്കെ 2 കുപ്പിയിലെ വെള്ളം വെള്ളം തന്നെയാണ്. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്. നിയന്ത്രിക്കാമായിരുന്നെങ്കിൽ ഏകദേശം 2020 എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഏകദേശം 13,000 കോടി സംഭവിച്ചത് ഇന്ന് 2024 വരുമ്പോൾ 19,000 കോടികളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 6,000 കോടിയുടെ വർധന വരുന്നത് എങ്ങനെയാ? എന്റെ അമ്മ ആവേശത്തിനേറെ ഓരോ ഏറ്റെടുക്കുകയും ചെയ്ത് ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ നിരോധിതമായിട്ട് സംഭവിക്കുന്ന ലോനപ്പാ എന്തേട്ടാ കൊണ്ടുപോയി കാണിക്കരുത്. ഇല്ല ഏട്ടാ. എന്തെങ്കിലും ഒന്ന് പറയടോ, എന്തെങ്കിലും ഒന്ന് പറയടോ. നിർത്തി. യൂസ്ലെസ് ആയിട്ട് മിണ്ടാൻ എനിക്ക് വയ്യ. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയാന്ന്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. ഞാൻ പോകുന്നു. ബൈ ബൈ.